ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് കിരണും ആദർശം കൂടെ ചേർന്നിട്ട് കിരണിന്റെ ഫ്രണ്ടിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. അപ്പൊ അവൻ ഒന്നാം തരം ഒരു ഹാക്കറാണ്. കാരണം ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അവര് വിളിക്കുന്ന കോളുകളും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഒടുവിൽ അവരോട് പറഞ്ഞു, അതെ, ഇനി അടുത്ത തവണ ഞങ്ങൾ വരുമ്പം കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കണം. നിന്നെ കൊണ്ട് പറ്റുന്നോളം നീ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ ഏറ്റു എന്ന് പറയണം. അങ്ങനെ അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ആദർശം കിരണും കൂടെ അവിടെ നിന്ന് ഇറങ്ങണം. അപ്പം പോരുന്ന വഴിക്ക് ആദർശ കിരണോട് പറഞ്ഞു, നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒക്കെ തന്നെയാണ് കാര്യങ്ങൾ. ഇതിന്റെ പിന്നിൽ മറ്റാരും ഉണ്ടെന്ന് പറയണം. ഒരു ഇന്റർനാഷണൽ ഡോൺ തന്നെയുണ്ട്. പക്ഷെ അതാരാ എന്താണെന്നൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, അത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലേടാ, അയാളല്ല, ഈ പറയുന്ന ഡേവിഡ് അല്ല. അയാൾക്ക് അതിനുള്ള കഴിവും കാര്യങ്ങളും ഉണ്ടെന്ന് തോന്നില്ല. അതായത് ഈ ജ്വല്ലറി മേഖലയിൽ അയാൾക്ക് അത്ര പ്രാവീണ്യം ഉണ്ടെന്ന് തോന്നില്ല എന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, അതെനിക്ക് അയാളുള്ള സംസാരത്തിൽ നിന്ന് മനസ്സിലായതാ. കിരൺ പറഞ്ഞു, അയാൾക്കാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലും പിന്നെ റെസ്റ്റോറൻറ്റ് ഫീൽഡിലൊക്കെ അല്ലേ കൂടുതൽ അയാൾ ശ്രദ്ധ എതിരിച്ചിരുന്നേ. പക്ഷെ എങ്കിൽ പെട്ടെന്നാണ് അയാളുടെ ഒരു വളർച്ച ഉണ്ടായത്. ആദർശ് പറഞ്ഞു, അങ്ങനെ പെട്ടെന്ന് വളരാൻ പറ്റില്ലടാ. കാരണം ജ്വല്ലറി ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു വിശ്വാസത കിട്ടണമെങ്കിൽ ഒരു 10 വർഷമെങ്കിലും ആ ഫീൽഡിൽ ജോലി ചെയ്തൊക്കെ നല്ല രീതിയിൽ ഒരു ജ്വല്ലറി മുന്നോട്ട് കൊണ്ടുപോയിട്ട് സാധിക്കുള്ളൂ. പക്ഷെ അല്ലാതെ പെട്ടെന്ന് വളർന്ന ഒരാൾക്ക് ഇതിന് സാധിക്കില്ല എന്ന് പറയണം. ഇപ്പൊ ദുബായിലാണെങ്കിലും ശരി, ഇവിടെ ആണെങ്കിലും ശരി, നമ്പർ 1 ആ ശ്രമിച്ചോണ്ടിരിക്കുവല്ലേ. അത് കേട്ടതും കിരൺ പറഞ്ഞു, അത് ശരിയാ. ദുബായിൽ അയാൾ 1ാം സ്ഥാനത്തെത്തി. ആദർശ് പറഞ്ഞു, അത് ചതിയിലൂടെ വഞ്ചനയിലൂടെ ആണെന്ന് മനസ്സിലായതോ. അത് മാത്രമല്ല, ഇപ്പൊ തന്നെ കണ്ടില്ലേ, അവരിവിടെ കീഴടക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുക. ഒരു പക്ഷേങ്കില് ഈ പറയുന്ന ഡേവിഡ് അയാളൊരു ബിനാമി മാത്രമായിരിക്കും. അയാളുടെ പിന്നിലൊരു ഡോണുള്ളെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമ്മൾ അവനെ പൊക്കിയിരിക്കും. പിന്നെ നമ്മളൊന്ന് പോയ അവനുണ്ടല്ലോ എൻ്റെ ഫ്രണ്ട്, അവന് കാര്യങ്ങളൊക്കെ നല്ല വ്യക്തിയോടെ നമുക്ക് കണ്ടെത്തി തരാനായിട്ട് കഴിയും. കാരണം ഇപ്പൊ ഇവിടെ നിന്ന് ഒരാൾ കോൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ വല്ല അമേരിക്കയിലോ അല്ലെ മറ്റെവിടെയെങ്കിലും ആണെങ്കിലോ ഇരുന്ന് വിളിക്കുന്നത് അങ്ങനെയൊക്കെ വരുത്തി തീർക്കാൻ കഴിവുള്ളവനാണ് അവന്. അത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, അല്ല, ഇങ്ങനെ ഒരാളുടെ സഹായം അവർക്കൂടെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേങ്കില് അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ലെന്ന് ചോദിച്ചു. കിരൺ പറഞ്ഞു, ചെയ്യാം. ചിലപ്പം ഇങ്ങനെ ഒരാളുടെ സഹായം അവർക്കും ഉണ്ടോ ഇല്ലോ എന്നൊന്നും അറിയത്തില്ലോ എന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, അത് ശരിയാ, എനിക്കും തോന്നുന്നുണ്ട് അങ്ങനെയൊക്കെ. അങ്ങനെയാണെങ്കിൽ അത് എത്ര വലിയവരാണെങ്കിലും നമ്മൾ പൊക്കിയിരിക്കും എന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, നീ ധൈര്യമായിട്ടിരിക്കുക, പേടിക്കൊന്നും വേണ്ട. എന്താണ്, നിന്നോടൊപ്പം എന്തിനും ഏതിനും ഞാനും ഉണ്ടെന്ന് പറയാണ്. ഇതേ സമയത്ത് നാഗേന്ദ്രനും ഡേവിഡും അവന്തിയും കൂടെ വിജയം ആഘോഷിക്കുകയാണ്. അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോഴേക്കും നാഗേന്ദ്രൻ പറഞ്ഞു, അതെ സാറേ, ഇപ്പൊ നമ്മൾ കേരളത്തിൽ നമ്പർ 1 ആയിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. നാഗേന്ദ്രൻ പറഞ്ഞു, അത് അങ്ങനെ തന്നെ വേണമല്ലോ എന്ന് പറഞ്ഞു. ആ സമയത്ത് അവന്തേക്ക് പറഞ്ഞു, അച്ഛൻ അറിയാലോ, ഒരു കാരണവശാലും നമ്മൾ ഈ വിഷു വിട്ടുകൊടുക്കരുത്. ഈ വിഷുവിന് വേണം ഏറ്റവും കൂടുതൽ നമുക്ക് സെയിൽ നടക്കാനെന്ന് പറഞ്ഞു. മോളെ, അതൊന്നും ഓർത്തു പേടിക്കണ്ട. ഈ വിഷു നമ്മളങ്ങോട്ട് തൂക്കിന്ന് തന്നെ കൂട്ടിക്കോ. എന്തായാലും നല്ല രീതിയിൽ ഈ തവണ വിഷുവിന് നമുക്ക് സെയിൽ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ അവന്തേക്ക് പറഞ്ഞു, കഴിഞ്ഞ തവണയൊക്കെ ഓണത്തിനും വിഷുവിനും ഒക്കെ നയന കളക്ഷൻസ് അല്ലായിരുന്നോ എല്ലാത്തരത്തും അലയടിച്ചോണ്ടിരുന്നേ. പക്ഷെ ഇനി അങ്ങനെ ആവരുത്. അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ നമ്മൾ ചെയ്യണം. പിന്നീട് നാഗേന്ദ്രൻ പറഞ്ഞു, ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പം കാര്യങ്ങൾ നമുക്ക് ഇത്ര അനുകൂലമാവുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ എന്റെ മോൾ എന്നോട് കൂടിയതിന് ശേഷം എനിക്ക് വെച്ചടി കയറ്റുള്ളൂ. കാരണം നല്ല രാശിയുള്ളവള എന്റെ മകളെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഡേവിഡ് പറഞ്ഞു, അത് ശരിയാ, അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അറിയാലോ, ഇനി ഒരു കാരണവശാലും നമ്മൾ താഴേക്ക് പോകാൻ പാടില്ല. എന്താണെങ്കിലും ഈ ഒരു വിഷുവിനോട് കൂടിയിട്ട് മൂസ്തി ജ്വല്ലറി കോപ്പ് കുത്തും. ഇപ്പൊ നമ്മൾ കയറി വന്നുകൊണ്ടിരിക്കുക. നമ്മളോടൊപ്പം മറ്റു പല ജ്വല്ലറികളും കയറി വരാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരും നല്ല രീതിയിൽ തന്നെ മുൻപോട്ട് വരുമെന്ന് പറഞ്ഞു. ഈ സമയത്ത് അവന്റെ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, അത് മാത്രമല്ല, ആ നയനെന്ന് പറയുന്നവള് അവള് തകർന്ന് തരിപ്പണമാണോ. അവള് വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് വീട്ടിൽ പല മാറ്റങ്ങളും സംഭവിച്ചിരിക്കുന്നത്. അവളാണ് ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത്. അതിനെ ഉണ്ടാവരുതെന്ന് പറഞ്ഞു. അതെ മോളെ, അതൊക്കെ എനിക്കറിയാം. അപ്പോഴേക്കും അവന്തി പറഞ്ഞു, നല്ലൊരു ഡിസൈനർ ഉണ്ടായിരിക്കണം നമ്മുടെ ജ്വല്ലറിയിൽ. അന്വേഷിക്കുന്നുണ്ട് മോളെ. ഇപ്പോഴുള്ളതൊക്കെ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അതൊന്നും പോരാച്ച, അതിനേക്കാൾ നല്ല മെച്ചപ്പെട്ട രീതിയിൽ ഡിസൈൻ വരയ്ക്കാൻ കഴിവുള്ളവർ വേണം നമ്മുടെ ജ്വല്ലറിയിൽ. എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ നമ്മുടെ കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നാഗേന്ദ്രൻ പറഞ്ഞു, മോള് വിഷമിക്കുമെന്നും വേണ്ട. പുതിയ ജ്വല്ലറി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നീ കണ്ടോ മോളെ,
ഈ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. എല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. പിന്നെ അവള് വീട്ടിൽ വന്ന് കയറിയതിന് ശേഷമല്ലേ അബിക്കും ജലജയ്ക്കൊക്കെ ഇത്ര ബുദ്ധിമുട്ടുണ്ടായെന്ന് പറഞ്ഞേ. അവരൊന്നും അല്ലാതായി തീർന്ന ആ വീട്ടില്. അതുകൊണ്ട് എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഈ പറയുന്ന അബിയെ ജലജയൊക്കെ പുറത്തിയടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരവര്. അത് ഒരു കാരണവശാലും പാടില്ല. അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നാഗേന്ദ്രൻ പറഞ്ഞു, സാറ് വിഷമിക്കൊന്നും വേണ്ട. ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരിനി തല പൊക്കാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. നാഗേന്ദ്രൻ പറഞ്ഞു, അതെ, ഇനി അവർക്ക് കര കയറി വരണമെങ്കിൽ അവർ ഇത്തിരി ബുദ്ധിമുട്ടും. അല്ലെങ്കിൽ ഇനി പെട്ടെന്നൊന്നും ഒരു കരയേറ്റം അവർക്ക് ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ തകർന്ന് തരിപ്പടമാൻ പോവാന്ന് പറഞ്ഞു. അത് കേട്ടപ്പം അവന്തി പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ അത് വേണോ വെച്ചാ, ഇനി അധികം അത് വൈകിപ്പിച്ചുകൂടാ. അതെനിക്ക് ആ കാഴ്ച ഒന്ന് കാണണം. അഭിയേട്ടനും അമ്മയൊക്കെ ചിരിക്കുന്ന ഒരു കാഴ്ച എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ അവര് പുതിയ പ്ലാനുകളും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുവാണ്. ഇതേ സമയത്ത് അനി കമ്പനി തിരക്കിട്ട് ജോലിയായിരുന്നു. അപ്പോഴാണ് നന്ദുവിന്റെ കോൾ വരുന്നത്. നന്ദു വീഡിയോ കോളാ വിളിക്കുന്നത്. അപ്പോഴേക്കും അനി ചോദിച്ചു, എന്താടി നീയും ഞാൻ ഈ കസലിരിക്കുന്ന കാണാൻ വേണ്ടി വിളിച്ചാണെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ നന്ദു ചോദിച്ചു, അതെന്താ അനി അങ്ങനെ ഒരു സംസാരം? അല്ല, എന്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്, ഞാൻ ഈ കസേലിരിക്കുന്നത് കാണാൻ വേണ്ടിട്ടാന്ന് പറഞ്ഞോണ്ട്. MD കസേല അനി, ഞാൻ നിനക്കൊരു ധൈര്യം തരാൻ വേണ്ടിയിട്ടൊക്കെ വിളിച്ചല്ലേ, അല്ലാതെ ഒരിക്കലും ആ കസേലിരിക്കുന്ന കാണാൻ വേണ്ടിട്ടല്ല. ഹനി പറഞ്ഞു, പക്ഷെ എനിക്ക് എന്തൊരു ബുദ്ധിമുട്ടാണെന്ന് അറിയാവോ? ഈ കസേലിരിക്കുന്ന സമയത്ത് എന്റെ അമ്മയുടെയൊക്കെ വിചാരം ഒരു കാരണവശാലും ഞാൻ ഈ കസേരന്ന് പോവരുതെന്ന് മാത്രം. പക്ഷെ എനിക്ക് അതിന് സാധിക്കുന്നില്ല. നിനക്കറിയാലോ എന്റെ മനസ്സ്. അനി, നിനക്ക് നിന്റെ കഴിവിൽ ആദ്യം ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. നിന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ. നീ ധൈര്യമായിട്ട് ഇരിക്കാൻ പറഞ്ഞു. കാര്യമൊക്കെ കാര്യം തന്നെ, നിനക്കറിയാലോ. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, അധികം വൈകാതെ തന്നെ അവിടെ സംഭവിച്ചുകൊണ്ട് എന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നമ്മൾ അറിയും. കാരണം അവിടെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായല്ലോ, കമ്പനി തകർച്ചയുടെ വക്കിലേക്ക് എത്താനായിട്ട്. അപ്പൊ അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് അധികം വൈകാതെ നമ്മൾ അറിയും. നീ ധൈര്യമായിട്ടിരിക്കുക. ആദർശന്റെ നയനേച്ചിയുടെ ഒപ്പം ഞാനുണ്ടെന്ന് പറഞ്ഞു. നീ വിഷമിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് നവീൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. നവീനെ കണ്ടുകഴിഞ്ഞപ്പോ നന്ദു പറഞ്ഞു, ആഹാ, നവീനേട്ടൻ വന്നല്ലോ എന്ന് പറഞ്ഞു. അനി ഇത് കേട്ടു. പിന്നീട് അനി പറഞ്ഞു, അതെ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, നിങ്ങൾ സംസാരിക്കാൻ പറഞ്ഞിട്ട് അനി കോള് കട്ട് ചെയ്തു. ആ സമയത്ത് നവീനും നന്ദുവിനോട് പറഞ്ഞു, അവന് നല്ല ബുദ്ധിമുട്ടുണ്ടല്ലേ, അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവനാ കസേലിരിക്കാന് ഭയങ്കര വിഷമാന്ന് പറഞ്ഞോണ്ട്. അതെ നവീനേട്ടാ, ഒരു കാരണവശാലും അനി അങ്ങനെ ചിന്തിക്കുന്നവരല്ല. അവനാ കസേര അധികാരങ്ങളൊന്നും അവൻ മോഹിച്ചിട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞു. നവീൻ പറഞ്ഞു, പറഞ്ഞിട്ട് എന്താവാനായിട്ടാ, ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളൊക്കെ കണ്ടില്ലേ? മൂർത്തി ജ്വല്ലറി ഒന്നിനൊന്നിന് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുവല്ലേ. നന്ദു പറഞ്ഞു, മൂർത്തി ജ്വല്ലറി കരകയറ്റിക്കൊണ്ട് വരാനായിട്ട് ആദർശേണ്ണൊക്കെ സാധിക്കും, എനിക്ക് ഉറപ്പുള്ള കാര്യമാ. അല്ല, നവീനായിട്ട് എന്താ, എന്തെങ്കിലും കേസിന്റെ കാര്യത്തെ കൂടി സംസാരിക്കാൻ വേണ്ടി വന്നാണോ? ഒരു കേസുണ്ട്, ഒരു പാവപ്പെട്ട സ്ത്രീയുടെ പ്രോപ്പർട്ടിയെ ഒരു ബാർ അറ്റാച്ച്ഡ് ഹോട്ടൽ പണിയാനായിട്ട് ചിലർ കൈവശപ്പെടുത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പേരിലൊരു കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നന്ദു, ചിലപ്പോ നീ ഒന്ന് ഇടപെടേണ്ടി വരുമെന്ന് പറഞ്ഞു. അതോ, ആ കാര്യത്തില് എന്താണെങ്കിലും നവീനേട്ടൻ പേടിക്കണ്ട, ഞാൻ ഇടപെട്ടോളാം. പാവപ്പെട്ട ഒരു സ്ത്രീക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളല്ലേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോ നവീൻ പറഞ്ഞു, അത് ശരിയാ, എന്താണെങ്കിലും നീ ഇവിടെ വന്നതിന് ശേഷം ഈ സിറ്റിയിൽ കുറെ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. നന്ദു പറഞ്ഞു, മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഭീഷണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് തരും. പിന്നെ കുടുംബവും കുട്ടികളും ഭർത്താവും ഒന്നും ഇല്ലാത്തതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, അല്ലെങ്കിൽ ചിലപ്പോൾ അതും വല്ലാത്തൊരു ടെൻഷൻ ആയെന്ന് പറഞ്ഞു. അല്ല, നിനക്ക് കല്യാണം ഒന്നും വേണ്ടേ? ഓ, ഇപ്പൊ എന്തായാലും പെട്ടെന്ന് ഞാൻ ഒരു കല്യാണത്തിലേക്കൊന്നും എടുത്തു ചാടുന്നില്ല. അല്ലെ, ഈ പറയുന്ന നവീനേണ്ട കല്യാണക്കാരി എങ്ങനെയേ നടത്തുവാണെങ്കിൽ ഇതേ ഇനി അടുത്ത ചിങ്ങത്തിന് മുമ്പ് നടത്തണം തന്നെ എന്റെ ആഗ്രഹം. ഇനി നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോ നന്ദു പറഞ്ഞു, അത് ശരിയാ, നല്ലൊരു കാര്യമാണ്, നന്ദു സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് നവീന്റെ വീട്ടില് കൊടുമ്പിരി കൊണ്ട കല്യാണാലോചന മുറുകുവാണ്. അവന്തികയും നവീനും തമ്മിലുള്ള വിവാഹം നടത്താനായിട്ട് നവീന്റെ അമ്മയ്ക്കും മുത്തശ്ശനും ഭയങ്കര ആഗ്രഹമുള്ള കാര്യമായിരുന്നു. മുത്തശ്ശൻ നരസിംഹകനും വന്നിട്ട് നവീന്റെ അമ്മയോട് പറഞ്ഞു, അതെ, ഒരു കാര്യം ഞാൻ പറയാം, കഴിഞ്ഞ തവണ നമ്മൾ അവിടെ പോയി കഴിഞ്ഞപ്പം അവന്തിയെ കണ്ടതല്ലേ, എനിക്കും ആ പെങ്കൊച്ചിനെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പത്തിന് ലക്ഷ്മി പറഞ്ഞു, അതെ, എനിക്കും ഭയങ്കരമായിട്ട് അവളെ ഇഷ്ടപ്പെട്ടു. മാത്രമല്ല നവീന് നല്ല ചേരുന്ന പെൺകുട്ടിയല്ലേന്ന് ചോദിച്ചു. നമുക്കൊരു കാര്യം ചെയ്യാം, മൂർത്തിയോടൊന്ന് സംസാരിച്ചു നോക്കാം, മൂർത്തിക്കും താല്പര്യമായിരിക്കും ഈ ബന്ധം നടത്താനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം മൂർത്തിയുടെ കുടുംബമായിട്ടൊരു ബന്ധം ചേരുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ലോ എന്ന് പറഞ്ഞു. ലക്ഷ്മി പറഞ്ഞു, അത് ശരിയാ, ആ പെൺകുട്ടി നല്ലൊരു പെൺകുട്ടിയാ, നല്ല അടക്കോ ഒതുക്കമുള്ള പെൺകുട്ടിയാന്ന് തോന്നേ. അങ്ങനെയാണെങ്കിൽ അവൾ ഈ വീട്ടിലേക്ക് വരുവാണെങ്കിൽ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നേ. പിന്നെ
ജാതകവും കാര്യങ്ങളൊക്കെ നോക്കണ്ടേ ലക്ഷ്മി? അല്ല, ജാതകവും കാര്യങ്ങളൊക്കെ നോക്കാം. ഞാൻ ഇതിനെക്കുറിച്ച് നകുലേട്ടനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നകുലേട്ടനും താല്പര്യം തന്നെയാ. പിന്നെ ഒരു കാര്യമുണ്ട് ലക്ഷ്മി, ജാതകം ഒന്നും ചേർന്നില്ലെങ്കിൽ ഈ ബന്ധം നടത്താനായിട്ട് മൂർത്തി സമ്മതിക്കുമെന്ന് തോന്നില്ല. നീ ഒരു കാര്യം ചെയ്യ, ജാതകം ഒന്ന് നോക്ക് നവീന്റെ അവന്തികയുടെ, അപ്പൊ കാര്യങ്ങളൊക്കെ അറിയാലോ എന്ന് പറഞ്ഞു. ലക്ഷ്മി പറഞ്ഞു, ഇനിയിപ്പോ ജാതകം ചേരാതിരിക്കാൻ മറ്റോ ചെയ്യുവോ? അതറിയത്തില്ല. ജാതകം ചേർന്നില്ലെങ്കിൽ ആ ബന്ധമായിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. ആദ്യം ജാതകം നോക്കിയിട്ട് മതി പിന്നെ ബന്ധങ്ങൾ തമ്മിൽ തീരുമാനിക്കുന്നേ, അല്ലെങ്കിൽ അത് ശരിയാകത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ലക്ഷ്മിക്ക് ഭയങ്കര വിഷമായി. ലക്ഷ്മിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അവന്തിക്ക് ആ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട്. അങ്ങനെ രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേനും മൂർത്തി മുത്തശ്ശന് വല്ലാത്ത കുളിരും പനിയും കാര്യങ്ങളൊക്കെയാണ്. മുത്തശ്ശനാണെങ്കിൽ കിടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സമയം വസ്തുവിന്റെ മുത്തശ്ശി പറഞ്ഞു, അതെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞു. വേണ്ട വസ്തുരെ, ഇവിടെ കിടന്നാൽ മതി എന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ജയനെ വിളിക്കാന്ന് പറഞ്ഞു. വെറുതെ എന്തിനാ അവരെയൊക്കെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുന്നേ? ഇതൊന്നും ഹോസ്പിറ്റലിൽ പോകാൻ തീരാവുന്ന കാര്യമല്ലേ ഉള്ളൂ, ഇങ്ങനെ അത് വെച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. പിന്നീട് ജയനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നിന്റെ അച്ഛന് തീരെ സുഖമില്ല, ഇങ്ങോട്ടേക്കൊന്ന് വരാൻ പറഞ്ഞു. പിന്നീട് ജയനും ദേവേനും കൂടെ വന്നു. എന്നിട്ട് ചോദിച്ചു, എന്താ അമ്മ കാര്യം, എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചു. അച്ഛന് നല്ല പനിയുണ്ടറാ. അത് കേട്ടപ്പോ മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, എടാ എനിക്കൊരു പ്രശ്നമില്ല, ഞാനൊന്ന് ഉറങ്ങി എഴുന്നേറ്റ് ചെയ്യുമ്പോ എല്ലാം ശരിയാക്കിയുള്ളൂ. അതൊന്നും ശരിയാകത്തില്ല, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞു. ദേവേനി പറഞ്ഞു, അച്ഛാ ഞാനും വരാം, നമുക്ക് പോകാന്ന് പറയണം. അപ്പോഴേക്കും വസ്തുന മുത്തശ്ശി പറഞ്ഞു, ഞാനും കൂടെ വരുന്നുണ്ട്. അന്ന് ഒരു കാര്യം ചെയ്യാം, നമുക്ക് വീട്ടിലുള്ള എല്ലാരെയും കൂടെ വിളിച്ച് ഒരു ഉത്സവത്തിന് പോകുന്ന പോലെ അങ്ങോട്ട് പോവാം. ദേവേനി പറഞ്ഞു, അല്ല അത് പിന്നെ അച്ഛാ, ജയൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാൻ അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോളാം, പിന്നെ എന്തേലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ പോരെ, അതിന് എല്ലാവരും കൂടെ പോകേണ്ട കാര്യമില്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ മുത്തശ്ശനെ കൊണ്ട് ജയനാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഇതേ സമയത്ത് നയനയ്ക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. നയന ഉറങ്ങാതിരിക്കുക. ആ സമയം ആദർശ് എന്ന് ചോദിച്ചു, നീ എന്താ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കണമെന്ന് ചോദിച്ചു. എന്താണെന്നറിയില്ല ആദർശേട്ടാ, വല്ലാത്തൊരു ടെൻഷന്, വീട്ടിലെന്തോ ഒരു അത്യാഹിതം സംഭവിക്കാൻ പോകുന്ന പോലെ. അതെ, നീ ഓരോന്നൊക്കെ ചിന്തിച്ചിരുന്നിട്ടായിരിക്കും. അതെ, വീട്ടിലേക്കൊന്ന് വിളിക്കുവാണെങ്കിൽ നല്ലതായിരുന്നു ആദർശേട്ടാ, എങ്കിൽ പിന്നെ നീ ഇപ്പൊ തന്നെ വിളിച്ചു നോക്ക, അമ്മയൊന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ ദേവേനെ വിളിക്കുവാണ്. ദേവേനെ വിളിച്ച് കഴിഞ്ഞപ്പോ തന്നെ ദേവേനെ ചോദിച്ചു, എന്താ മോളെന്ന് ചോദിച്ചു. അല്ല അമ്മ ഇതുവരെയായിട്ടും ഉറങ്ങിയില്ലേ? അമ്മ പെട്ടെന്ന് കോൾ എടുത്തേ. അല്ല അത് പിന്നെ മുത്തശ്ശനൊരു പനി, മുത്തശ്ശനെ അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് പോയേക്കോന്ന് പറഞ്ഞു. മുത്തശ്ശനെ അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്കോ? അതേനെ, ഒരു പനി കുറച്ച് സമയമായി തുടങ്ങിയിട്ട് ജയേട്ടനാണ് കൊണ്ടുപോയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ആദർശം എനിക്കും ഭയങ്കര ടെൻഷൻ. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലോ അല്ലേ? ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്തവര്. പിന്നീട് ആദർശ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാനിപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാന്ന് പറഞ്ഞു. നയന പറഞ്ഞു, അതേ അത് വേണ്ട, ഞാനും കൂടെ വരാന്ന് പറഞ്ഞു. അത് ഈ അവസ്ഥ നീയ, എനിക്കൊരു പ്രശ്നമില്ല ആദർശേട്ടാ, ഇവിടെ ഇരുന്നാലേ എനിക്ക് ടെൻഷൻ കയറുന്നേ, ഞാനും കൂടെ വരാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ മുത്തശ്ശന് ഇപ്പൊ കഷ്ടകാല സമയാന്ന് തോന്നേ. മുത്തശ്ശന്റെ പേര് നമ്മൾ കുറെ വഴിപാടുകളൊക്കെ നടത്തിയതാണല്ലോ, എന്നിട്ട് ശരിയായിട്ടില്ല എന്ന് തോന്നില്ലോ എന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, അത് ശരിയാ, കുറെ വഴിപാടുകളും കാര്യങ്ങളൊക്കെ നടത്തിയതാ, മുത്തശ്ശന് വേണ്ടി ഇനി കുറച്ച് പൂജകളും കൂടെ നടത്തണം തോന്നേ. ഇപ്പൊ മുത്തശ്ശന് എന്തോ ഒരു കഷ്ടകാല സമയമുണ്ട്, അതാ ഒന്നിനും മീതെ ഒന്നായിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ. സാരമില്ല, നാളെ നമുക്ക് ക്ഷേത്രത്തിലേക്ക് ഒന്ന് പോവാം, ഇപ്പൊ എന്താണെങ്കിലും നമുക്ക് ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോകാനായിട്ട് ഇറങ്ങുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളൊന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.